നന്നായിട്ട് ആശാ വർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് CITUവിൻ്റെ നേതാവ് അവരുടെ ഒരു പരിപാടിയിൽ ഒരു വലിയ പരാമർശം നടത്തിയിരുന്നു. പരാമർശം എന്ന് പറയുന്നത് സുരേഷ് ഗോപി അവിടെ ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചല്ലോ. അങ്ങനെ സന്ദർശിച്ചപ്പോൾ അവിടെ ഈ മഴ പെയ്ത സമയത്ത് അവരുടെ ഈ പന്തലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് അഴിച്ചു മാറ്റി വലിയൊരു ക്രൂരത അവരോട് ചെയ്തു. ഈ കർഷക സമരമൊക്കെ നടക്കുമ്പോൾ ഇവിടെ വലിയ സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ആശാ വർക്കർമാരുടെ സമരത്തിനൊരു സപ്പോർട്ടും ഇല്ല, അവരെ കുറ്റപ്പെടുത്തലാണ്. അവർക്ക് വെള്ളം കൊടുക്കാനോ ആളില്ല, ഒന്നിനുമില്ല. അപ്പോൾ സുരേഷ് ഗോപി അവിടെ പോയി കുട വിതരണം ചെയ്തു. അങ്ങനെ കുട വിതരണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞത് കുട വിതരണം ചെയ്യുന്നു, വലിയൊരു സമരനായകനെ വരവേൽക്കുന്നത് പോലെ വരവേൽക്കുന്നു, അദ്ദേഹം കുട മാത്രമാണോ കൊടുത്തത്, ഇനി ഉമ്മയും കൂടെ കൊടുത്തോ എന്നറിയില്ല എന്നാണ് ഇയാൾ അധിക്ഷേപ പരാമർശമായിട്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ എന്താണ് പ്രശ്നമെന്നാണ് മനസ്സിലാവാത്തത്. വേറെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോൾ ഈ പലരും സംസാരിക്കുന്നത് ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. വളരെ ദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ CITUവിന് സംസ്ഥാന നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ CITUവിന് സംസ്ഥാന പ്രസിഡന്റിന്റെ പേരറിയാമോ? അറിഞ്ഞൂടല്ലോ, എനിക്കും അറിഞ്ഞൂടാ, ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വന്തം പേര്, ഇപ്പോൾ ഇതുവരും സംസ്ഥാന സെക്രട്ടറിയാണ്, ആ സംസ്ഥാന സെക്രട്ടറിക്ക് സ്വന്തം പേര് 4 പേര് അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഇത്തരം ചില വിക്രസുകൾ കാണിക്കണം, ചില മണ്ടത്തരങ്ങൾ വിളിച്ചു പറയണം. ആ തരത്തിൽ ചില മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞെന്ന് മാത്രം വിചാരിച്ചാൽ മതി. കാര്യം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ആ സുരേഷ് ഗോപിയുടെ റേഞ്ചിലുള്ള ഒരാളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറിച്ചിട്ട്, അമിത്ഷായെ കുറിച്ചിട്ട്, യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട് ഒക്കെ ഒരു വിമർശനപരമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനയിലൂടെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. ഈ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ആ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില തത്രപ്പാടില്ല. അപ്പോൾ സിനിമാ നടനായതിൻ്റെ പേരിലാണ് ചോദിച്ചത്, അദ്ദേഹം കുട മാത്രമാണ് കൂട്ടത്തിൽ ഉമ്മ കൂടി കൊടുത്തോ എന്ന് ചോദിച്ചു എന്നാ. അങ്ങനെ ചില ആളുകൾ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അലൻസിയർ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു ഇവിടെ. ആ അലൻസിയർ എന്ന് പറഞ്ഞ നടനെ കുറിച്ച് ഇട്ട് ചില മറ്റേ എന്താ പറയുക, സിനിമാ രംഗത്തുള്ള ചില നടികളൊക്കെ തന്നെ, പുതിയ നടികളൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അവരെ ഇങ്ങനെ കയറിയിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരിയാണെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും അതിനെ കുറിക്കുന്ന ചില ചാനൽ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്തരം ചർച്ചകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ തരത്തിൽ ചില ആക്ഷേപങ്ങൾ. പക്ഷേ സുരേഷ് ഗോപിയെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ നമ്മളാരും കേട്ടിട്ടില്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് ആകെപ്പാടെ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു മാധ്യമ പ്രവർത്തകയുടെ ആസൂത്രിതമായിരിക്കുന്ന അവരെ പുറത്തു തട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന് അവർ ചെയ്ത വലിയൊരു സഹായമാണ്. വാസ്തവത്തിൽ സുരേഷ് ഗോപിയെ അവരോടടക്കം കടപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 75,000 വോട്ടിന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ ആ പറയുന്ന സഹോദരിയുടെ പങ്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. അവർ ആ തരത്തിൽ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ, അവർ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പോയില്ലായിരുന്നുവെങ്കിൽ, തൃശ്ശൂർ ജില്ല മുഴുവൻ അവർ യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ മാധ്യമം സുരേഷ് ഗോപിയെക്കുറിച്ചിട്ട് വാർത്തകൾ പ്രചരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി ചിലപ്പോൾ ജയിക്കുക തന്നെ ഇല്ലായിരുന്നു. അഥവാ ജയിച്ചിരുന്നുവെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആശാ വർക്കർമാർക്ക് ഭയങ്കര ശമ്പളം കൊടുക്കണേ. അത് CITUവിന് ബോധ്യമുണ്ട്. 7,000 രൂപ. നമ്മൾ ഏതൊരു സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പറയുന്നില്ലേ, 800 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുന്ന പോലെയുള്ള ഒരു പ്രയോഗം എന്ന് വിചാരിച്ചാൽ മതി. 7,000 രൂപ കൊടുത്തിട്ട് ഈ പറയുന്ന CITU നേതാക്കന്മാർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള ബാറ്റ ആ യൂണിയനിൽ നിന്ന് മേടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കണക്കൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ആ കണക്കിനേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നത്. ഇവരുടെ ഒരു ദിവസത്തെ ബാറ്റേക്കാൾ കുറവ്. അങ്ങനെ വലിയ പൈസ വാങ്ങിച്ചിട്ടാണ് ആശാ വർക്കർമാരെ കുറിച്ച് പറയുന്നത്. അതിന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിലാണ്. അതിപ്പോൾ ഞാൻ പറയുന്ന മാതിരി ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. കാരണം അവരുടെ സ്വന്തമായിട്ട് കൃതിയൊന്നും അല്ലല്ലോ ഇത്. അവർക്ക് അവിടെ നിന്ന് ചില ടിപ്സ് കൊടുക്കുന്നു. ആ ടിപ്സ് അവർ നോക്കിയിട്ട് മാധ്യമങ്ങളെ അറിയിക്കുന്നു. കാരണം അവർ പഴയ കാലത്ത് മാധ്യമപ്രവർത്തകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ പേരിൽ ചോദ്യം ചോദിച്ചേ പരിചയമുള്ളൂ, ഉത്തരം പറഞ്ഞ് ശീലമില്ല. അപ്പം അങ്ങനെ വന്നതിൻ്റെ പേരിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ ജോർജിന് അടക്കമുള്ള ആളുകൾക്ക് ചോദ്യം ചോദിച്ച നല്ല ശീലമുണ്ട്. പക്ഷെ ഉത്തരം പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ടിപ്സ് കിട്ടണം. ആ സാധനം അവിടെ നിന്ന് എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ വന്നിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ല എന്നുള്ളൊരു മധ്യം വന്നത് ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ 1ാം പേജിനകത്തുള്ള ഫസ്റ്റ് കോളൻ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ 10,000 രൂപയാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അവർ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന 1.5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അവർ റിട്ടയർമെൻറ്റ് പ്രായം 62 വയസ്സായിട്ട് മാറ്റിയിരിക്കുന്നു. അവർക്ക് 2 പ്രാവശ്യത്തെ, അതായത് പ്രസവാവധി 6 മാസത്തെ പ്രസവാവധി ശമ്പളത്തോടു കൂടി കൊണ്ട് 2 പ്രാവശ്യത്തെ പ്രസവാവധി കൊടുക്കുന്നു. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ടപ്പാ. സിക്കിമുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, നിരവധി സംസ്ഥാനങ്ങൾ അത്തരത്തിലുണ്ട്. അവർക്കൊന്നും കേരളത്തിൻ്റെ പോലുള്ള ശമ്പളം. കേരളം വളരെ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, എല്ലാവർക്കും ശമ്പളം വളരെ കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം, അതൊക്കെ ശരിയാണ്.
കാരണം PSC വർക്കർമാർക്ക് PSC മെമ്പർമാർക്ക് കേരളത്തിലെ കൂട്ടിശമ്പളം എവിടെയും കൊടുക്കുന്നില്ല. 21 എണ്ണത്തിനാണ് വിട്ടേക്കണത്. ഈ എന്താ പറയുക മറ്റേ കോഴിക്കോട് തുറന്നു വിട്ട മാതിരിയാണ് PSC മെമ്പർമാർ ഇറങ്ങുന്നത്. എന്തിനെത്ര എടുത്തൊരു സാധനം, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വലിയ ശമ്പളം കൊടുക്കുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അവരെ സംബന്ധിച്ച് ആവശ്യമില്ല. അവർക്ക് ആകപ്പാടെ AKG സെൻറ്ററിൽ ചെന്നിട്ട് ഒരു ചീട്ട് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ചീട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ PSC മെമ്പറാവും. അങ്ങനത്തുള്ള ആളുകളെ പിന്താങ്ങുന്ന സ്വഭാവമാണ് ഇന്ന് CITUവിനെ സംബന്ധിച്ചുള്ളത്. അവർക്ക് സാധാരണ തൊഴിലാളിയുടെ ഒരു വികാരം അവർക്ക് മനസ്സിലാവില്ല. ആശാവർക്കർമാരുടെ വിഷമം അവർക്ക് മനസ്സിലാവില്ല. ഈ സർക്കാരിനെ തന്നെ നിലനിർത്തിയത് ആശാവർക്കർമാരാണ്. കോവിഡ് കാലത്ത് അവരുടെ കോൺട്രിബ്യൂഷൻ ഇവർക്ക് മറക്കാമോ? ഇവർക്ക് മറക്കാൻ സാധിക്കുമോ? അങ്ങനെ മറന്നുകൊണ്ടല്ലേ ഇവരിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടതെന്ന് ഇവർ പറയുന്നത്. കേന്ദ്ര സർക്കാരിന് ഇവർ കൈയൊഴിയട്ടെ, ഇവർ പറയാണ് ആശാവർക്കർമാർ ഞങ്ങളുടെ തൊഴിലാളികളെയല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട. അങ്ങനെ പറയട്ടെ ഇവർ. അങ്ങനെ പറയണേ കേന്ദ്ര സർക്കാർ വേണ്ടി ഏറ്റെടുക്കും. കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തോളും. അവിടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും ഉത്തരവാദി കേന്ദ്രമാണ്, എന്നിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. കേന്ദ്രം തുടങ്ങിയ ഒരു പദ്ധതി ആശാവർക്കർമാർ ആശ എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുവന്നത് തന്നെ കേന്ദ്രമാണ്. അപ്പോൾ ആ കേന്ദ്രം എന്തിനാണ്, കേന്ദ്രം കൂട്ടിയാൽ പോലെ എന്തിനാണ് സംസ്ഥാന സർക്കാർ കൂട്ടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും തെറ്റിദ്ധാരണ വരാം. പക്ഷേ ആശാവർക്കർമാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോകുന്നത് ഈ ആശാവർക്കർമാരാണ്. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് 7000 രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയും അല്ലാത്ത സമയത്തെല്ലാം കേന്ദ്രത്തിൻ്റെ മേലേക്ക് പഴിചാരുകയും ചെയ്യുന്ന, അതായത് നന്മയെല്ലാം സർക്കാരും കുറ്റം വരുമ്പോൾ എല്ലാം കേന്ദ്രവും എന്ന് പറയുന്ന രീതി ശരിയാണോ? മാത്രമല്ല കേരളത്തിൽ മാത്രമാണോ ഈ പറയുന്ന പോലെ ഈ ബംഗാളിലൊക്കെ വലിയ ശമ്പളം കൊടുക്കുന്നില്ലേ ഈ ഗ്രാറ്റുവിറ്റി ആയിട്ടൊക്കെ? അതെ. അല്ല, ഇതിനകത്ത് ഇത് പറയുന്നതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ ആദ്യകാലത്ത് EMSൻ്റെ 2 ഭരണകാലം ഉണ്ടായിരുന്നു. 2 സമരകാലത്തും ഭരണവും സമരവും കൂടി ഒന്നിച്ചു കൊണ്ടുപോയവരാണ്. ആളുകൾക്ക് മക്രോണിയും ചോളവും ഒക്കെ കൂടി പോലീസ് സ്റ്റേഷൻ വഴിക്ക് വിതരണം ചെയ്തവരാ ഇവർ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കൂടിയാണ് 1 കിലോ ചോളം വിതരണം ചെയ്തത് 1967. ആ ഒരു പാർട്ടിയാണ് ഇവർ. കടുത്ത ദാരിദ്ര്യം എവിടെയുണ്ടോ അവിടെയാണ് ഇവർ ജീവിക്കുക. CITU എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എറണാകുളം ജില്ലയുടെ ഇൻഡസ്ട്രിയൽ ബെൽറ്റായിരിക്കുന്ന ഏലൂരിലും ആലുവ പ്രദേശത്തുമുള്ള വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടിച്ചത് അത് CITU ആണ്. ഭാരിച്ച് ശമ്പളം ചോദിച്ചുകൊണ്ട്, എനിക്കറിയാലോ അവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ഗ്ലാസ് ഫാക്ടറിക്കകത്ത് കൊടുക്കുന്ന ഭക്ഷണത്തിൽ സാമ്പാറിൽ കഷ്ണം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് എടുത്ത് ആ മണ്ണ് സാമ്പാറിലേക്ക് ഇട്ടവരാണ് CITUക്കാർ. എൻ്റെ തെളിവിനകത്തുണ്ടല്ലോ, ഞാൻ സാക്ഷിയാണല്ലോ കാര്യത്തിൽ. അത് സംഭവിച്ച 1978-79 സമയത്താണ്. അങ്ങനെ സംഭവിച്ചതാണല്ലോ. അങ്ങനെയുള്ള CITUക്കാരാണ് ഈ ആരോപണം പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇന്ന് ആശാവർക്കർമാരുടെ ശമ്പളം കൂടുതലാണെന്ന് പറയാൻ കാരണം ആശാവർക്കർമാരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കണമെന്നാണ് ഇവരുടെ ഉദ്ദേശം. അത് സത്യത്തിൽ സാധ്യമല്ല. കാരണം ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ്. ഈ സംസ്ഥാന സർക്കാരിന് ഈ മുഴുവൻ പേര് സമ്പാദിച്ചു കൊടുത്ത് 2ാം പിണറായി സർക്കാരിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തത് അത് ആശാവർക്കർമാരാണല്ലോ. അല്ലെങ്കിൽ ശൈലജ ടീച്ചർ എന്നാ മിണ്ടാത്തെ? ഇപ്പം ഗോപിനാഥ് പറഞ്ഞു, ശരിയാണ്, സമ്മതിച്ചു. അല്ലെങ്കിൽ എളമരം കരിയും എന്തൊക്കെയോ വിളിച്ചു കൂവിയെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, എളമരം കരിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറാവുന്നതിൽ എനിക്ക് ആക്ഷേപമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു വേക്കൻസി വരാൻ പോകുന്നുണ്ട്. അതിൽ വളരെ സാധ്യത എളമരം കരീമിനാണ്. എളമരം കരീം വേണമെങ്കിൽ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിക്കോട്ടെ. അതിനുവേണ്ടി ഇത്തരം ആശാവർക്കർമാരുടെ മെക്കെട്ട് കയറേണ്ട യാതൊരു കാര്യമില്ല. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയേണ്ടത് ശൈലജ ടീച്ചറാണ്. അവരുടെ ഭരണകാലത്താണല്ലോ, ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ആശാവർക്കർമാർ ഏറ്റവും കൂടുതൽ പണിയെടുത്തത്, കോവിഡ് കാലത്ത് അധ്വാനിച്ചത്, അതിന് നേട്ടം കൊയ്തത് ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകളാണല്ലോ. പിണറായി വിജയൻ എല്ലാ ദിവസവും നടന്നിട്ട് വൈകുന്നേരത്തെ നേരെ പത്രസമ്മേളനം നടത്തിയത് ആശാവർക്കർമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണല്ലോ പത്രസമ്മേളനം നടത്തിയത്. അങ്ങനെയൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോൾ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നതും അവിടെ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ, അതിനെ പിന്തുണച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്നതൊക്കെ ശുദ്ധ വിവരക്കേടാണ്, നന്ദികേടാണ്. ഇത് സത്യത്തിൽ ഒരു ആശാവർക്കർമാരെന്ന തൊഴിലാളി സമൂഹത്തോട് ചെയ്യുന്ന അതിൽ നിന്ന് ഈ പ്രസ്ഥാനം വളരെയധികം മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നത്തെ ഈ CITUവിന് സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ കൂടി നമ്മൾ വായിച്ചറിയേണ്ടത്. തീർച്ചയായിട്ടും.